കാട്ടിലെ നേതാവ് റോയൽ ബംഗാൾ കടുവകളാണെങ്കിൽ റോട്ടിലെ രാജാവ് റോയൽ എൻഫീൽഡ് തന്നെയാണ്. ഓരോ സൈക്കിൾ സവാരിക്കാരനും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇരുചക്ര സ്വപ്നമുണ്ടാവും. എൻഫീൽഡ് ബുള്ളറ്റായിരിക്കും അതിലെ നായകൻ. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന ചക്രങ്ങൾ ആ സ്വപ്നത്തിലെ ഹീറോയിസ് ആവും. തലയെടുപ്പോടെയുള്ള നോട്ടവും ഉച്ചത്തിലുള്ള ശബ്ദവുമായി അവൻ വരുമ്പോൾ ലോകം വഴിമാറും. ഈ രാജകീയ വാഹനത്തിന് വലിയ ചരിത്രമുണ്ട്. അതിൻ്റെ ഉച്ചത്തിലുള്ള അലർച്ചയ്ക്കൊപ്പം പതനത്തിൻ്റെ നേർത്ത വിലാപങ്ങളുമുണ്ട്. ഒരച്ഛനും മകനും ചേർന്ന് പോരാടി ന്യൂജൻ സംഘടനകളുടെ ഇഷ്ടവാഹനമാക്കിയെടുത്ത നിശ്ചയദാർഢ്യമുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയും റോയൽ എൻഫീൽഡും തമ്മിലുള്ള ചരിത്രത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഗിയർ വലതുഭാഗത്താണ്. നിനക്കൊന്നും ഓടിക്കാൻ പറ്റില്ല. റോയൽ എൻഫീൽഡിനെ ഓരോ മലയാളിയും പരിചയപ്പെട്ട വാമൊഴിയാകും ഇത്. തല ഉയർത്തി ഘനഗാംഭീര്യതയോടെ റോയൽ എൻഫീൽഡിൽ നീങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസമാണ് പലർക്കും. പുത്തൻ താരോദയങ്ങൾ പലകുറി കടന്നു വന്നിട്ടും അന്നുമിന്നും റോയൽ എൻഫീൽഡിന് പ്രചാരം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേയുള്ളൂ ഇന്നും. ബുള്ളറ്റ് എന്ന് നാട്ടിൻപുറത്തെ കവലകളിൽ അറിയപ്പെടുന്ന റോയൽ എൻഫീൽഡ് പണ്ട് പട്ടാളക്കാരുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഒരുപക്ഷേ റോയൽ എൻഫീൽഡും ഇന്ത്യൻ സൈന്യവും തമ്മിലുള്ള ബന്ധമാകാം ബുള്ളറ്റിൻ്റെ പ്രചാരത്തിന് കാരണം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലണ്ടനിലെ എൻഫീൽഡിലുള്ള റോയൽ സ്മോൾ ആംസ് ഫാക്ടറിയിൽ നിന്നും ആരംഭിച്ചതാണ് ഇന്ത്യയും റോയൽ എൻഫീൽഡും തമ്മിലുള്ള ബന്ധം. എന്നാൽ 1949 അതിർത്തി പെട്രോളിങ്ങിനായി വരുത്തിയ റോയൽ എൻഫീൽഡുകളിൽ നിന്നുമാണ് യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നത്. അന്നു മുതലാണ് പട്ടാള ബൈക്കെന്ന് റോയൽ എൻഫീൽഡ് അറിയപ്പെടുന്നതും. ട്രയാംഫ് BSകളെ ഒഴിവാക്കിയാണ് റോയൽ എൻഫീൽഡിനെ ഇന്ത്യൻ സൈന്യം തെരഞ്ഞെടുത്തത്. മുൻ മോട്ടോർ സൈക്കിളുകളുടെ സാങ്കേതിക പോരായ്മകളും തകരാറുകളുമാണ് റോയൽ എൻഫീൽഡിലേക്ക് തിരിയാൻ സൈന്യത്തെ പ്രേരിപ്പിച്ചതും. കേവലം സൈനിക ആവശ്യങ്ങൾക്കായി റോയൽ എൻഫീൽഡിൽ നിന്നും മോട്ടോർ സൈക്കിളുകളെ ഇന്ത്യൻ സർക്കാർ വാങ്ങുകയായിരുന്നില്ല. പകരം പുതിയൊരു ബന്ധത്തിനാണ് സർക്കാർ കൈനീട്ടിയത്. റോയൽ എൻഫീൽഡുകളുടെ ഉൽപ്പാദനവും ഇന്ത്യയിൽ നിന്നും ആരംഭിക്കണമെന്ന് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ സൈന്യത്തിന് മോട്ടോർ സൈക്കിളുകളെ ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായവൽക്കരണവും ഇന്ത്യ ലക്ഷ്യമിട്ടു. കരാറിൽ ഒപ്പിട്ട ബ്രിട്ടീഷ് നിർമ്മാതാക്കൾ അങ്ങനെ ആദ്യമായി 350cc 4 സ്ട്രോക്ക് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെ ഇന്ത്യക്ക് നൽകി. മുൻ മോട്ടോർ സൈക്കിളുകളെക്കാളും ഏറെ മികച്ചതാണ് ബുള്ളറ്റെന്ന് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയതോടുകൂടി റോയൽ എൻഫീൽഡ് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നാലെ ബുള്ളറ്റുകൾക്കായി ഇന്ത്യൻ സർക്കാരിൽ നിന്നും റോയൽ എൻഫീൽഡിന് ആദ്യ ഓർഡർ ലഭിച്ചു. കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അതിവേഗം തന്നെ മദ്രാസിൽ, ഇന്നത്തെ ചെന്നൈയിൽ റോയൽ എൻഫീൽഡ് ഫാക്ടറി ആരംഭിക്കാൻ നടപടികളും തുടങ്ങി. സൈന്യത്തിന് നൽകിയ ബുള്ളറ്റുകളെ പഞ്ചാബിലെ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തികളിലേക്കാണ് ആദ്യം നിയോഗിച്ചത്. പരന്ന ഫലപുഷ്ടമായ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുമാണ് ബുള്ളറ്റ് സംസ്കാരത്തിന് രൂപം കൊണ്ടതെന്നും വേണമെങ്കിൽ പറയാം. 1955 മദ്രാസ് മോട്ടോഴ്സുമായി പങ്കുചേർന്ന് റോയൽ എൻഫീൽഡ് ഇന്ത്യയായി രൂപം കൊണ്ടു. തുടർന്ന് ഇന്ത്യയിൽ നിന്നും മോട്ടോർ സൈക്കിൾ അസംബിൾ ചെയ്തു തുടങ്ങി. റെഡീച്ച് ഫാക്ടറിയിൽ നിന്നും കിറ്റുകളായി എത്തിയ 350cc ബുള്ളറ്റുകൾ മദ്രാസ് പ്ലാന്റിൽ നിന്നും അസംബിൾ ചെയ്യപ്പെട്ടു. 1962 ആദ്യ ഇന്ത്യൻ നിർമ്മിത ബുള്ളറ്റ് വരുന്നത്. 1955 മോഡലിനെ ആസ്പദമാക്കി മദ്രാസ് ഫാക്ടറിയിൽ നിന്നും പ്രതിവർഷം 20,000 ബുള്ളറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും. ഇന്ത്യൻ സൈന്യവുമായുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 500cc ബുള്ളറ്റുകളുടെ ഉൽപ്പാദനവും ഇക്കാലയളവിൽ റോയൽ എൻഫീൽഡ് പരീക്ഷിച്ചു. 1990 ഐഷർ ഗ്രൂപ്പുമായി റോയൽ എൻഫീൽഡ് കൈകോർത്തത്. 1994 റോയൽ എൻഫീൽഡിനെ ഐഷർ പൂർണ്ണമായും വാങ്ങി. അങ്ങനെ റോയൽ എൻഫീൽഡ് ഇന്ത്യൻ നിർമ്മാതാക്കളായി മാറി. തുടർന്നാണ് റോയൽ എൻഫീൽഡുകളുടെ സാങ്കേതിക മുഖത്ത് മാറ്റങ്ങളും വികസനങ്ങളും കണ്ടു തുടങ്ങിയത്. ഇന്ത്യൻ പരിവേഷത്തിൽ എത്തിയ റോയൽ എൻഫീൽഡുകൾക്ക് ആദ്യഘട്ടത്തിൽ വിപണിയിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വന്നു. എന്നാൽ പുതിയ CEO സിദ്ധാർത്ഥ് ലാലിൻ്റെ കീഴിൽ റോയൽ എൻഫീൽഡ് മുന്നേറ്റം കുതിച്ചു. 1990കൾക്ക് ശേഷം മറ്റു 2 വീലർ നിർമ്മാതാക്കളും അത്യാധുനിക മോഡലുകളുമായി വിപണിയിൽ കളം നിറഞ്ഞെങ്കിലും ഇന്ത്യൻ സൈന്യം റോയൽ എൻഫീൽഡുമായി മാത്രം ബന്ധം തുടർന്നു. ഇതാകാം ഇന്ന് റോയൽ എൻഫീൽഡുകളുടെ പ്രചാരണത്തിന് കാരണം. റിപ്പബ്ലിക് ദിനത്തിൽ സൈനികരുടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നതും ഇതേ റോയൽ എൻഫീൽഡുകളിലാണ്. 500cc റോയൽ എൻഫീൽഡിൽ 48 പേരുമായി റൈഡ് ചെയ്ത് ഇന്ത്യൻ സൈന്യത്തിന് ശ്വേത അശ്വ സംഘം ഗിന്നസ് റെക്കോർഡും കുറിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബുള്ളറ്റിനോടുള്ള പ്രണയം ആർക്കും കുറഞ്ഞിട്ടില്ല. ഒരു തവണയെങ്കിലും ആ കിക്കർ അടിച്ചവർക്കറിയാം ആ രാജാവിനോട് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്ന്.